ഇന്ന് കുറച്ച് പരിപ്പോട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പരിപ്പോടയ്ക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് നമ്മളുടെ പരിപ്പുണ്ടല്ലോ, പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വെള്ളത്തിലിടാം. നമ്മളിവിടെ ചെനാദാല എടുക്കുന്നത് കേട്ടോ. ചെനാദാലാണ് പരിപ്പോടയ്ക്ക് നല്ലത്. നാട്ടിലെന്താണെങ്കിൽ ഇത് തന്നെയാണ് നാട്ടിൽ എടുക്കുന്നത്, ചെനാദാൽ. സാധാരണ കുറച്ച് വലിപ്പമുണ്ട്, ഇത് കുറച്ച് വലിപ്പം കുറവാണ്. ഇപ്പോൾ നല്ല കഴുകി നല്ല വൃത്തിയാക്കി ഒരു 4 മണിക്കൂർ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളൂ. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഇതാണ്, ചെനാദാലാണ്. ഇത് എങ്ങനെയാണ് ആയോ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു വരും. ഈ സാധനം ഒരു മീഡിയം ലെവലിൽ ക്രഷ് ചെയ്യാം. കുറച്ച് ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പരിപാടി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് മുഴുവനായിട്ട് അരയ്ക്കരുത്, കുറച്ച് ഇതിങ്ങനെ വലുപ്പത്തിൽ തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെയായിട്ട് കുറച്ച് ഉള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഇച്ചിരി മല്ലിച്ചപ്പ്, അത്രയും സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ നമ്മൾ അത് ചെനാദാൽ നമ്മൾ അരച്ചിങ്ങനെയായി. കുറച്ചധികം ഞാൻ അരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ അരയ്ക്കാതെ വെച്ചിരുന്ന സാധനമില്ല, അതിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കണം. ഒരുപാട് അരയരുത്. എൻ്റെ ഇപ്പോൾ ഒരു ഇച്ചിരി കൂടുതലായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ല കൈയൊക്കെ കഴുകിയിട്ട് ചെയ്യണം കേട്ടോ. സാനിറ്റൈസർ അടിച്ചാൽ പോരാ, കൈ കഴുകണം. നാട്ടിൽ സാനിറ്റൈസർ ഇല്ല, ഫാഷൻ. നല്ല മിക്സ് ആക്കണം, സ്റ്റൈലായിട്ട് മിക്സ് ആക്കണം. ഞാൻ ഇത് അരയ്ക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇത് കുറച്ച് ഉപ്പുണ്ട്, നല്ലൊരു ഇച്ചിരിയും കൂടെ വേണം. നല്ല ചായയുടെ കൂടെ ഒരു പൊടി ഉപ്പ് കൂടുതൽ എണ്ണക്കടയിട്ടല്ല, കുറച്ച് കൂടുന്നല്ലോ. കുറച്ച് കടലമാവ് ഇടും, ഇത് വേണമെന്ന് ഇടണ്ട. ഇതൊക്കെ ഒരു മനക്കണക്കിലും കിട്ടാൻ മതി. ഇടുക, ഇട്ടിട്ട് ഇത് മുഴുവൻ കുഴയ്ക്കുക. ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ഇടുന്നത്. പരിപ്പോടെ ഉണ്ടാക്കാൻ ഞാനത് പഠിപ്പിക്കുമല്ലോ, എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇപ്പം ഇത് സെറ്റാണ്. കണ്ടോ, സാധനം റെഡി ടു ഗോ. ഇപ്പോൾ ഇനി അടുത്ത പരിപാടി കാണിച്ചിടാം. എണ്ണ വെച്ചു, അത് ചൂടാണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ദിശ കടാം പൊളി സാധനം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കൈയൊന്ന് മുക്കുക, വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇവിടുന്ന് മുക്കി പിടിക്കും. ഇതെങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാം. ആണോ, വീണ്ടും വെള്ളത്തിൽ മുക്കുക, ഇങ്ങനെ എടുക്കുക. ഇത് മീഡിയം വലിപ്പത്തിൽ വേണം കേട്ടോ. നമുക്ക് 2 കൈ കൊണ്ടും ചെയ്യാം, വേണമെങ്കിൽ 1 കൈ കൊണ്ടും ചെയ്യാം. എന്നാൽ 2 കൈ കൊണ്ടും ചെയ്യാം. ഈ കൈ ഇങ്ങനെ മുക്കുക, ഈ കൈ മുക്കുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് വേണം
പരത്തി പരിപാടി. ഇനി അത് മൂക്കുന്നവരെ അവിടെ ഇരിക്കണം. നല്ല ചുമല്ല കളറാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തീ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് വേഗണം. ഇത് കുറച്ച് കട്ടി കൂടിപ്പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇടുമ്പോൾ ശരിയാക്കാം. അപ്പം നന്നായിട്ട് മൂച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ മുകളിലുള്ള ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞു വന്നു. അപ്പം ഇത് എടുക്കാൻ നല്ല സെറ്റാണ്. ജസ്റ്റ് ഇങ്ങനെ ഏകദേശം ഇത്രയാവണം, എന്നാലും നല്ല കിറുക്കിറുക്കിറുക്കിറുന്ന് ഇട്ടു. അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി. നല്ല ചൂടൻ പരിപ്പുവട കണ്ടോ, നല്ല ചൂടുണ്ടോ. അപ്പോൾ നല്ല വെന്ത് നല്ല കുട്ടപ്പനായി. Like, share, subscribe, Eurovlog.